ഇപ്പോൾ രാത്രി 9:30 മണി. ഇതുവരെയും ഇവിടെ ഒരു സംഭവവും നടന്നില്ല. ഇവിടെ എല്ലാം വളരെ നോർമലായിട്ട് തന്നെയാണ് ഉള്ളത്. വീടൊക്കെ നമ്മൾ വൃത്തിയാക്കി. ഇത്രയും നേരമായിട്ടും ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല, ഒന്നും കേട്ടതുമില്ല. ഒരു കാറ്റോ നിഴലോ പോലും ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ അടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയോ? സല്ലു. ഇവളിപ്പോ അടിച്ച് നല്ല ഫിറ്റ് ആയിരിക്കുക. ഇനി നീ അധികം സംസാരിച്ചായി കുപ്പി കൊണ്ട് അടിക്കും അത്രേ. പിന്നെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്, നമ്മുടെ മിസ്റ്റർ ആദിത്യ. ഇവ കുടിച്ച് കുടിച്ച് നല്ല പാമ്പായിട്ടുണ്ട്. ബോട്ടിൽ കാലിയായിട്ടും അവനത് വിടാനേ തോന്നുന്നില്ല. നീ ഉണ്ടാതിരടാ. കോപ്പി കാലിയായി വേറെ വല്ലതും കിട്ടുമോ? നമുക്ക് നോക്കാം. രാത്രിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ എന്റർടൈൻമെന്റും കൂടുമോ എന്ന്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ എന്റർടൈൻഡ് ആകും. എന്റർടൈൻമെന്റ് ദേ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അല്ല, ഇതെന്താ ഇവിടെ? അപ്പൊ സമയം 10:30. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? പാഴഞ്ഞ പ്രേതബാധയുള്ളൊക്കെ വീടാന്നാ പറഞ്ഞ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളിവിടെ വന്നിരിക്കുന്നത് എക്സ്പെഡിഷനാണ്. പക്ഷെ അതെല്ലാം വിട്ടിട്ട് നന്നായി കുടിച്ച് പൂസായി കിടക്കുക. ഞാൻ പോവാ. എടാ എടാ, അവിടെ ലൈറ്റൊക്കെ ഓഫായടാ. എടാ കഴുതേ, കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് കണ്ണും കാണില്ലേടാ. നീ നോക്കി, ഇവിടെ നല്ല ബെഡ്, ഫാന്, ലൈറ്റ്, ഇത്രയും സൗകര്യം കിട്ടിയത് എത്ര എന്നറിയോ? ഇങ്ങനെ ഒരു വീട് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യ. അതെ, ലൈറ്റ് ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, നീ ആദ്യം പോയിക്കൊന്ന്. നീ അങ്ങോട്ട് പോയേ. ഞാൻ പോകുന്നു. നിങ്ങളവിടെ എൻജോയ് ചെയ്തു. ഞാൻ പോയിട്ടോ. നടത്തിക്കോ. എന്ത് വേണമെങ്കിലും നടത്തിക്കോ. ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് പേടി എനിക്കുണ്ട്. എൻ്റെ അമ്മോ, എന്തോ ഒരു ഇരുട്ടാൻ പോലും. അത് കാരണം കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ആരെങ്കിലും വരും? എനിക്കിവിടെ വല്ലാതൊരു വേദന എടുക്കുന്നു. ഓ, എന്താ? അവിടെ ചോര വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വല്ല പ്രാണിയും നിന്നെ കടിച്ചതായിരിക്കും. പേടിക്കാനൊന്നുമില്ല. വീട് വൃത്തിയുണ്ടെങ്കിലും കുറെ നാൾ അടച്ചിട്ടതല്ലേ, അതുകൊണ്ടായിരിക്കും. ഈർപ്പമുള്ളത് കൊണ്ട് മണക്കുന്നതാ, വേറൊന്നുമല്ല. നീ പേടിക്കണ്ട. എന്നാലും എനിക്ക് എന്തോ ഒരു പേടി പോലെ. നീ ഇങ്ങനെ പേടിക്കണ്ട ബേബി. നമുക്കിപ്പോ എൻജോയ് ചെയ്യാം.